എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ. എടാ മോനെ, നമ്മുടെ ഫഫയുടെ ഒരു അഡോർ വീഡിയോ, അതായത് സെലിബ്രിറ്റീസ് നമ്മുടെ ഫഫയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അതൊന്ന് കാണേണ്ടതാണ്. അതെ, നമുക്കിപ്പോൾ ഈ ആവേശം കണ്ടതിന് ശേഷമേ ആളെ കുറിച്ച് വാദവരാതെ പറയാൻ തോന്നുന്നില്ലേ? അതൊരു സത്യം. ആവേശം കണ്ടതിന് ശേഷം ഫഫയെ കുറിച്ച് പറയാൻ ഒരു ആവേശമുണ്ട്. ആ ഒരു ആവേശത്തിന്റെ പുറത്താണ് ഈ ഒരു വീഡിയോ വരുന്നത്. അതെ, ഓക്കെ കാണാം. I've been a fan of Fahad's for a long time now. I've seen many of his movies, and I was very nervous because he's a really good actor. And I was like, oh God, my bar is going to be set so high now. But he's a very generous actor. He's patient. Fahad Fasil, what an amazing actor. If you see him in Pushpa, Super Deluxe, yes, him and Vijay Sethupathi sir, both were amazing in it. I'm really looking forward that I get an opportunity to work with him also as an actor. He's also in Vikram, which is released. So I'm going to see, and what a cast. There's Kamal Haasan sir, there's Vijay Sethupathi sir, and Fahad. But tremendous actor, very subtle, very inner. It's the kind of new style of acting that you can see. Very deep, and it's in his eyes. You can see what he's feeling, what he's thinking in his eyes, and tremendous. ஃபஹத் ஃபாசில் பத்தி டெஃபினட்டா சொல்லியே ஆகணும். ஒரு இன்டர்நேஷனல் ஆக்டர் அவர். டெஃபினட்டா அவர் குட்டி குட்டியான சின்னதா தான் கண் அசைவு இருக்கும், அதுல அவ்வளோ மீனிங் இருக்கும், அவ்வளோ இன்டென்சிட்டி இருக்கும். நான் இந்தியாவில் இருக்கிற மேபி ஃபஹத் ஃபாசில் ஏன் இவ்வளோ சொல்றீங்கன்னு கேட்குற யாராக இருந்தாலும், இல்ல ஹாலிவுட்ல பயங்கரமா நடிக்கிற யாராக இருந்தாலும் கொண்டு போய் விடுவேன் ஃபஹத் ஃபாசில். எங்க ஊர்ல இருந்து, எங்க சவுத்ல இருந்து, இல்ல எங்க இந்தியால இருந்து இப்படி ஒரு ஆக்டர் இருக்காரு, கூட வேணா நடிங்க அப்படிங்கறதுனால கான்ஃபிடென்ட்டா கொண்டு போய் ஃபஹத் ஃபாசில் விட முடியும். അത് കലക്കി. എനിക്ക് ചെറുപ്പമൊന്നുമില്ല, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂസും പറയുന്നു. Of course, he's one of the best actors we have, right? This is the first time ഞങ്ങൾ ഒന്നിച്ച് working together. ബാംഗ്ലൂർ ഡേയ്സ്. അത് വലിയ ആക്ടറായി, വലിയ ഇന്റൻസ് ആക്ടറായി, ഒരുപാട് സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേർ അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ച ആക്ടറായി പുരസ്കാരങ്ങൾ ലഭിച്ചു, ജനഹൃദയങ്ങളിൽ കുടിയേറി. ഇപ്പോഴും മഹേഷിന്റെ പ്രതികരണം, ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിനെ പറ്റി ഇവിടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന മഹേഷ് ഇല്ലെന്ന്. അത്രത്തോളം മഹേഷ് വളരെ ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നി, വളരെ ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി, വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. അത് വീണ്ടും ഒരു പുതിയ നല്ല സിനിമകളിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എല്ലാ വിജയവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. He's like a master. Mahesh and Pritikaram. So that's a tremendously damn good film. There's so much to learn from all these actors and characters. Good. ഷാനുവിൻ്റെ ഒരു ഫയർ ഉണ്ട്, ഒരു സീൻ നന്നാവാൻ വേണ്ടിയിട്ട് വീണ്ടും അത് ചെയ്ത് നോക്കിയിട്ട് ഒരു തൃപ്തി വരില്ല ഷാനുവിന്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടില്ല. ഷാനു ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഷാനുവിന്റെ ആ ഫയറാണ് ഷാനുവിനെ അങ്ങനെ മുന്നോട്ട്. പ്രണവ് മോഹൻലാൽ സാറിനെയാണോ അതോ ദുൽഖർ സൽമാൻ സാറിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും നമ്മുടെ ചെറുതിലെ മുതൽ കാണുന്നതുകൊണ്ട് രണ്ടുപേരും നമ്മുടെ മക്കള് പോലെ തന്നെയാണ്. രണ്ടുപേരെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ കൂടുതൽ ഫഹദ് ഫാസിലിനെയാണ് ഇഷ്ടം. ഫഹദ് ഫാസിലിനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. ഞാൻ ഫഹദ് ഫാസിലിനെ ഞാൻ ശരിക്കും ആദ്യം നോട്ട് ചെയ്യുന്നത് കേരള കഫേ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് ചെയ്തൊരു സിനിമ ഉണ്ടാണ്. ഒറിമ കല്ലിങ്കലും ഫഹദും കൂടി അഭിനയിക്കുന്ന ആ സിനിമ കണ്ടപ്പോഴാണ് ഫഹദിന്റെ ലുക്സ്, ഫഹദിന്റെ കണ്ണിലുണ്ടാവുന്ന ചലനങ്ങളൊക്കെ ഞാൻ കണ്ടത്. അന്ന് തന്നെ ഫഹദിലെ ഒരു നടനെ ഞാൻ കണ്ടപ്പോൾ ആദ്യത്തെ സിനിമയിൽ ഒരു പക്വതയില്ലായിരുന്നു. അതിനുശേഷമുള്ള ഇവന്റെ ഈ വരവിൽ നമ്മൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുശേഷം ഫഹദിന്റെ ധാരാളം പടങ്ങൾ എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഫഹദ് എന്ന് പറയുന്ന നടൻ ഏത് കഥാപാത്രങ്ങളും യോജിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫഹദിന്റെ അപ്പിയറൻസിന് അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്ന ഒരാളാണ്. പേഴ്സണലി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ഭയങ്കര ഫാനാണ്. ഞാൻ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. അതായത് ഒരാളെ നല്ല പെർഫോമറിന്റെ സിനിമകൾ കാണുന്നത് ഞാൻ എൻ്റെ ഒരു ഹോംവർക്കായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഒരുപാട് ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അന്നയും റസൂലായാലും ചാപ്പാക്കുരിശായാലും
അങ്ങനെ ഞാൻ ഫഹദ് ഖാടെ ഒരു അങ്ങനത്തെ ഫാനാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്നെ ആ ഒരു ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതിന് ഭയങ്കര സന്തോഷം. அவர் ரொம்ப இஸ் அ வெரி குட் ஆர்டிஸ்ட். அவர் கூட லைவ்ல பார்க்கறது, அவர் எப்படி பண்றாரு, அவர் ஹார்ட் ஒர்க் பண்றாரு, டைலாக் மாத்துறாரு, அதெல்லாம் பார்த்துட்டு நான் ரொம்ப ரசிச்சேன். பிகாஸ் ஒரு ஆக்டரா இன்னொரு ஆக்டர் குட் ஆக்டர் பண்ணும்போது யூல் என்ஜாய் சீயிங் குட் ஆக்டர்ஸ் ஒர்க். அது எனக்கு ரொம்ப ஐ வாஸ் வெரி வெரி ஹாப்பி சீயிங் ஹிம் பெர்ஃபார்ம். അതല്ലാതെ വേറെ ആർക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഇത് എഴുതുമ്പോൾ പോലും ഞാൻ ഫഹദിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് എഴുതിയത്. ഫഹദിനെ കുറിച്ച് പറഞ്ഞാൽ ഫഹദ് അല്ലാതെ വേറെ ഒരാളെന്നുള്ളൊരു ചിന്ത പോലും എനിക്ക് ഇപ്പം ഈ പടം കാണുമ്പം ആ സ്ഥാനത്ത് വേറെ ആലോചിക്കാൻ പറ്റില്ല. അത് വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കെന്നല്ല ആർക്കും ആലോചിക്കാൻ പറ്റും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാൾ എന്നെ ഇപ്പോഴും അതിശയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ സംഭവമാണ്. മോഹൻലാലുമായിട്ടുള്ള കമ്പാരിസണൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഇങ്ങനത്തെ ഏറ്റവും മോസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതായിരിക്കും. പിന്നെ ഭയങ്കര കൺട്രോളാണ്, ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയമില്ല, ഭയങ്കരമായ ഡീറ്റെയിലിംഗ് ആണ്. ഒരു ഡിഗ്രി കൂടിയാൽ കുഴപ്പമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതൽ അത് ചില ആളുകളുടെ കഴിവാണ്. ഒരു താരത്തിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം താരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു നടൻ എന്ന രീതിയിൽ അത് മാത്രമേ സംസാരിക്കാനുള്ളൂ. എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും. കാരണം അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ തോന്നും അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ. മാത്രമല്ല, നമ്മള് കൊതിച്ചു പോകും. കാരണം കള്ളനായിട്ട് വന്നു കഴിഞ്ഞാൽ തനി കള്ളൻ, നമ്മളെല്ലാവരും കണ്ടുപിടിക്കുന്ന കള്ളനായിട്ട് വന്നാൽ തനി കള്ളൻ. ഇനി ചുള്ളനാണെങ്കിൽ തനി ചുള്ളൻ. എന്റെ ഏറ്റവും നല്ല സുഹൃത്തിന് ബിഗ് സല്യൂട്ട്. ഇപ്പൊ നമ്മൾ ഒരർത്ഥത്തില് പാൻ ഇന്ത്യൻ സ്റ്റാറാണ്, ഒരു റീജിയണൽ ആക്ടർ കൂടെ അല്ല, അയാൾ പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. അപ്പൊ അതൊന്നും നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര, ഞങ്ങൾ ഒരു 3-4 ഇവിടെ ഒരുമിച്ച് ചെയ്തു. അവസാനം ചെയ്ത സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമ മാലിക്. ഫഹദിന്റെ ഒരു ഗ്രേറ്റ്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ബീങ് എ പാൻ ഇന്ത്യൻ സ്റ്റാർ, എന്നെ പോലെയുള്ള ഒരു ആക്ടറിന് ഓൾമോസ്റ്റ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു റോൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഫഹദ് എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ഫഹദ് ഒരിടത്ത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഫഹദ് എന്താണ്, ഹീസ് ക്യാമറ ഓൺ ആകുമ്പോഴത്തേക്കും ഐ തിങ്ക് ഹി ജസ്റ്റ് വേറെ ആളായിട്ട് മാറും. ഹി കംപ്ലീറ്റ്ലി അബ്സോർബ്സ് ദി ക്യാരക്ടർ ആൻഡ് ഹി ബിക്കംസ് സംബഡി എൽസ്. ഫഹദ് வந்து one of the actors that I really admire. அவர் கண்ணுக்குலாம் நான் பயங்கர fan. It will be absolutely fantastic. And then जिस तरह का काम फहद कर रहे हैं, he is doing such amazing work. And some 2-3 films a year and everything is so different from one another. Comlingi nights so amazing, everything he does. Yeah, it will be great. I would love, actually मैं तो किसी को उस दिन बोल भी रहा था, I have so many friends who are from Kerala. அது ஷூட் பண்ணது ஆக்சுவலி நான் நினைச்சதுக்கு நேர் ஆப்போசிட்டா இருந்தது. அவ்வளோ பெரிய ஸ்டார் அந்த ஸ்டேட்ல, அங்கிருந்து இங்கே வராரு, எங்களுக்கு அந்த ஒரு சின்ன ஒரு இது கூட கொடுத்துல. எனக்கு ஃபாதர் மேலே ரொம்ப ஜாலியாக ஒர்க் பண்ணுது. அவர் ஒரு 3-4 நாளாக மச்சின்னு தான் கூப்பிட ஆரம்பிச்சார். அப்புறம் நாங்கள் தான் சார், நான் சார்னே கூப்பிட்டுக்கிறேன், நீங்கள் வேணா எப்படி வேணா கூப்பிட்டு சார்னு சொன்னேன். ப்ளஸ் ஸோ ஸ்வீட். எல்லா நாளுமே இட் வாஸ் ஃபன். இந்த வே ஹி அப்ரோச் சீன் வந்து ரொம்ப பிரமிப்பாக இருந்தது. ரொம்ப அசால்ட்டாக இருக்கிற மாதிரி இருக்கும், நடிக்காத மாதிரி இருக்கும், ஆனால் அது அவ்வளோ நடிப்பு. அதுக்கு அதை எப்படி பண்ணுறாருன்னு தெரியல. கண்ணில் காட்டுற விஷயம் வந்து அவரை நம்பி என்ன வேணா எழுதலாம். அதுக்கும் அவ்வளோ ஷிஃப்ட் இருக்கும். நானே சார் பயங்கரமாக சார், இது எப்படி சார் இந்த தெரியாது அப்படிதான் அவ்வளோதான் அவர் ரியாக்ஷனே. பட் ஆனால் நான் கொடுத்த அந்த கொஞ்சம் லிட்டில் டைமில் ப்ரெப்பாக அவருக்கு ஹஸ் டன் வண்டர்ஸ். You mentioned Fahad Fazil. I just saw Trans recently, and I think that he is superb. I think that they're operating at such a high level of artistry. So I really want to explore that world, explore that avenue. സ്വന്തം മകനെ താങ്കൾക്കൊരു താരമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതൊരു കേവലം ഭാഗ്യദോഷമായിട്ടാണ് താങ്കൾ കാണുന്നത് ആ സിനിമയുടെ പരാജയം? അല്ല, ആ സിനിമയുടെ പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിയ സിനിമ അനിയത്തിപ്രാവ് ഇറങ്ങാൻ പാടില്ല. എപ്പോഴും അനിയത്തിപ്രാവായിട്ട് കമ്പാരിസൺ വരും. പിന്നെ അന്ന് അവന് ഒരു 18-19 ഒരു 22-23 കഴിഞ്ഞിട്ട് ഫ്രൈ ആവുള്ളൂ. ആസിലിനെ പോലെ ഒരു ഡയറക്ടർ സ്വന്തം മകന് വേണ്ടിയിട്ട് ഇത്ര ഒരു സിനിമ എടുക്കില്ല. ജീവിതത്തിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, അതിനകത്ത് വന്നു പോയതാണ്. പക്ഷെ അവനും ആ വെഞ്ചൻസിലാണ്, ഞാനും ആ വെഞ്ചൻസിലാണ്. ഹി വിൽ കം ബാക്ക്.
ഒരുപാട് സന്തോഷമായിരുന്നു. ലൈക്ക് വീണ്ടും ഫഹദിക്കായിട്ട് സ്പേസ് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കൊണ്ടി മുതൽ മീറ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു എനിക്കിപ്പോ മാലിക്കിൽ വന്നപ്പോഴും ഫഹദിക്ക അതിലൊരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷെ ഈ പറയുമ്പോൾ നമ്മൾ ആ ഒരു അഭിനയിക്കുന്ന സ്പേസിൽ വരുമ്പോൾ ടോട്ടൽ ഡിഫറെന്റ് ആളായിരുന്നു എനിക്ക് ഫഹദിക്ക. എനിക്ക് കൊണ്ടി മുതൽ വേറെ സിനിമയിൽ കണ്ട ഒരു ആളെ അല്ലായിരുന്നു. അപ്പൊ ചില സമയത്ത് നമ്മളിങ്ങനെ ഫഹദിക്കയുടെ കൂടെ അഭിനയിച്ചിട്ട് ഇരിക്കുമ്പോ നമുക്കിങ്ങനെ ഗൂസ് ബംസ് വരും. ഫഹദിക്ക് അഭിനയിച്ചുകൊണ്ട് ഇരിക്കാൻ നമ്മളിങ്ങനെ നോക്കുമ്പോ. അപ്പോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയി. സമന്ത வெரி சட்டில். ஆனா அவர் வந்து நடிக்கும் போது என்ன பண்றாரு தெரியாது. ஆனா மாட்டர்ல போய் பார்த்தா ஓ இதெல்லாம் பண்ணாரு அவரு. லைக் this hero like absolute fangirl. But he doesn't even try. He doesn't try so hard to be a good actor. It just happens so organic. അഭിനയിക്കുന്ന ரொம்ப ஸ்வீட் very happy to work. ரொம்ப ஸ்வீட், very energetic and very sweet, very friendly, zero ego, zero competition, மைண்ட்ல ஒண்ணும் இல்லை, ரொம்ப பிளைனான fantastic human being and fantastic actor. ஜென்யூனாவே சொல்றேன், he is a very good human being to be with, to work with, and நல்ல எனர்ஜியான ஒரு ஆள், வெரி செம்ம எனர்ஜியான ஒரு ஆள். அண்ட் சர்ப்ரைஸ் பண்ணுவார். சம்டைம்ஸ் அவரோட ரியாக்ஷன்ஸ்லாம் சர்ப்ரைஸ் பண்ணுவாரு. Because we live together, you know. We discuss cinema and, you know, he talks about, you know, what he heard or what excited him and what he thinks of her. Me and Fahad are two people actually who became friends after falling in love. Usually they say, you know, you become friends and then you marry. We have been neighborhood and we do production together, like we produce films together. So definitely we discuss cinema a lot together. But because both of us are from cinema, we try to keep it very minimal at home. One of my favorite actors in the country is Fazil. I love the work he does. I love his cinema. I love the cinema that is coming out of, you know, Kerala. Unfortunately, did not get to face Fahad sir in, I think, this part. But I hear there's going to be a lot in the second part. But I hear he's done such a brilliant job with his dubbing also, which is crazy. And I'm just waiting to see. But I really like Fahad sir's look in the film also. Like, mental stuff. Aluko. Fazil wants to make film the way he would like to see films. As a cinema buff, he produces his own films in Malayalam. He acts in them and gets the best group of directors. So he's all the time looking out for new things. It is not that he went and became popular in many languages. Many languages wanted a spirit like Fahad. He's a great spirit to have in a team. You can see passion in his eyes. That's why I call him Malaga Bhaji. Because everyone thinks it's an onion bhaji or potato bhaji. When they bite into it, then they'll know what kind of an actor he is. Because you can't see anything that's inside. He's a deep running river. പൊളി അല്ല അളിയാ, അത്രയും വലിയ ലെജൻഡ് കമൽ ഹാസൻ സാർ അവിടെ ഇരുന്ന് ആളെ കുറിച്ച് പറയുമ്പോൾ ആ സമയത്ത് വിഷ്വൽ നോക്കി അതിനെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനാരാ പോട്ടർ വിലയിരുത്തണായിരുന്നു കമൽ സാറിന്റെ കൂടെ നമ്മളും കൂടി വിലയിരുത്താന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു തീർച്ചയായിട്ടും അത് മിസ്സായി പോയി നിനക്ക്. ഓക്കെ, എന്നാ അതവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഞാൻ തുമ്മിയല്ലോ അതിൻ്റെ ഇടയിൽ 3 തുമ്മല് എൻ്റെത് അങ്ങനെ കണക്ക്. അപ്പൊ മൂന്നാമത് കിട്ടാത്തതിൽ നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവാറുണ്ടോ? ഒരു വിഷമം ഉണ്ടാവും. എന്തിനാടാ നീ എന്റെ തുമ്മലുണ്ട്? ഒന്ന് കൊടുത്തതാ, 3 കാണുന്നവർക്ക് കൊടുക്കണം. 2 ആയിട്ടുള്ളൂ, ഒന്നും കൂടി വരാനുണ്ട്, അതായത് തീരുള്ളൂ എന്നുള്ളത് കൊടുത്തതാ. അതന്നെ നിങ്ങളോടാ എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്കും ഇതാ നമ്മുടെ ഫ്രണ്ട്സിന് കാണുന്നവരോടും ചോദിക്കാനുള്ളതാ. എന്റെ തുമ്മലിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുന്നത്, അപ്പൊ ഇനി ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ശരിയാണല്ലോ. ഇനി ഫഹദിലേക്ക് വരാം. ലോകേഷ് പറഞ്ഞ സാധനം കേട്ടോ, കട എടുക്കാൻ പോണ. അതായത്
ആർക്കും എന്തും ഫഹദിന് വേണ്ടിയിട്ട് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വിശ്വസിച്ച് എന്തും ഏത് ക്യാരക്ടറോ എങ്ങനെ വേണമെങ്കിൽ അത് ഫഹദിന് കൊടുക്കാൻ പറ്റും. അതിന്റെ ഒന്നാന്തരം തെളിവാണ് ഇപ്പം ആവേശം എന്ന് പറഞ്ഞ സിനിമ. അത് സത്യം. അതായത് ഒറ്റക്ക് ആ സിനിമ മൊത്തം ആള് അങ്ങ് കൊണ്ടുപോയി. വൺ മാൻ ഷോ. അതാണ്, അത്രേ ഉള്ളൂ. ശരിക്കത് ആവേശത്തിൽ മാത്രമല്ല, ആളെ ഏതൊക്കെ മഹേഷിന്റെ പ്രതികാരം ആളുടെ വൺ മാൻ ഷോ തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇന്ത്യൻ പ്രണയകഥ, യോബിന്റെ പുസ്തകം, തീർച്ചയായും യോബിന്റെ പുസ്തകം പിന്നെയും പോട്ടെ, അതില് ഷോ സ്റ്റീലേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ജയസൂര്യന്റെ കഥാപാത്രം വന്നു പോകുന്നതാണെങ്കിൽ പോലും വേറെ ലെവലാണ്. ഇനിയിപ്പോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും വന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും ചർച്ച കുറച്ച് കൂടുതൽ ചെയ്യുക ഫഹദിന്റെ ക്യാരക്ടർ. ഇപ്പം ഷമ്മി കഥാപാത്രം, പിന്നെ നോർത്ത് 24 കാതം, പിന്നെ മറ്റേ അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ആ കള്ളനായിട്ട് മറ്റേ സുരാജിന്റെ പേര് വിട്ടുപോകുന്നത്, രക്ഷയില്ലാത്ത ക്യാരക്ടർ. തൊണ്ടി മുതൽ ദൃക്സാക്ഷി. അതൊക്കെ എന്താണ്, അതൊക്കെ അങ്ങനെ കൊണ്ട് പറ്റുള്ളൂ. എന്ത് നിഷ്കളങ്കമായിട്ടാണ് അതിൽ കള്ളം പറയുന്നത്. ചേച്ചി ഞാൻ എടുത്തിട്ടില്ല, അത് കഴിഞ്ഞിട്ട് പിടിക്കുമ്പോഴേ ഒരു ചിരിയുണ്ട്. എന്താ അതൊക്കെ ഇനി അതൊക്കെ ഒരു ഓട്ടോ ഇല്ലേ മഹേഷിന്റെ പ്രതികാരത്തിൽ, ആ സ്റ്റെപ്പ് കയറി തലങ്ങനെ ചിരിച്ചിട്ട് മുകളിലേക്ക് കയറി. എന്റെ ഫഹദിന്റെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഫഹദിന്റെ ഓട്ടം. ഓരോ സിനിമയിലും എടുത്തു ഓരോ ക്യാരക്ടറിന് എന്താണ് വേണ്ടത് അതായിരിക്കും. ഒന്ന് ഞാൻ പ്രകാശൻ, അതിലുള്ള ഓട്ടം അത് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ഓട്ടമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രണയകഥയിലെ ഓട്ടം അത് വേറെ രീതിയിലോട്ടാ. പിന്നെ ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിൽ അതൊരു ഓട്ടം പോലെ ഇങ്ങനെ ഒരു അഭിമാനമൊക്കെ ഉണ്ടല്ലോ, എല്ലാം കിട്ടിയതിന്റെ സന്തോഷം ഒക്കെ ഉണ്ട് അതില്. നമുക്ക് ഫുൾ സന്തോഷത്തോടെ നമ്മൾ ഒരു സ്ഥലത്തോട്ട് വരുന്ന അതും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളും കൂടി. അപ്പൊ അത് ആള് അത് എൻജോയ് ചെയ്ത് കയറി ഓടി കയറുന്ന ഒരു സാധനമാണത്. പിന്നെ മറ്റൊന്നുണ്ട്, അതായത് നത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞ സിനിമയില് ഒരു ഓട്ടമുണ്ട്. കൈ രണ്ടും ചേർത്ത് കൈ നമ്മളൊക്കെ ഓടുമ്പോ കൈ ഇങ്ങനെ മടങ്ങൂലേ, അത് കൈ അളകാതെ വെക്കും, എന്നിട്ടൊരു ഓട്ടമുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ, ഇനി ആവേശത്തിലൊരു ഓട്ടമുണ്ട്. അതായത് കൈ രണ്ട് സൈഡിലോട്ടാക്കിയിട്ട് ഒരു ഓട്ടം. എപ്പോഴും അതാണ് ക്യാരക്ടറിന് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. അത് ആരാ പറഞ്ഞത്, അത് വേണു ഐസക്ക് പറഞ്ഞ സാധനം. അതാ അത്ര എന്താ പറയാ, ഓരോ സാധനങ്ങളും നമ്മൾ ഈ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ പറയും ഡീറ്റെയിലിംഗ് ചെയ്യാന്ന് പറഞ്ഞ സാധനം. ആ സംഭവമാണെന്നാണ്. അതായത് ഒരു വര പോലും കൂടുതൽ വരാൻ പാടില്ല, അത്ര ഡീറ്റെയിലിംഗ് ആയിരിക്കും. ആ ഒരു സാധനം അഭിനയിക്കുന്നതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സത്യമാണ്, കൂടുമില്ല കുറയില്ല. അതാണ് മീറ്റർ പിടിച്ച് കൺട്രോൾഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. അത് ഫഹദ് ഫാസിൽ അത് വേറെ ലെവലാണ്, അത് സംശയമൊന്നുമില്ല കാര്യത്തില്. പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ആവേശത്തോട് ഒരുപാടുണ്ട് പറയാൻ. എന്താണ് ഞങ്ങളിവിടെ നിർത്തുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.